ക്ഷേത്ര മൈതാനങ്ങൾ നവകേരള സദസ്സ് വേദിയാക്കുന്നതിനെതിരായ ഹർജികൾ ഹൈക്കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ഹർജിക്കാർ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കി. കൊല്ലത്തെ പോരുവഴി സ്കൂളിൽ ഗ്രൗണ്ടിന് സമീപമുള്ള കിഴക്കേ ആൽത്തറയിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ദൃശ്യങ്ങൾ കണ്ടിരുന്നോ എന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി ആരാഞ്ഞു. ശാർക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജി നാളത്തേക്ക് മാറ്റി. കൊല്ലം ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ക്ഷേത്ര മൈതാനങ്ങൾ നവകേരള സദസ്സിനായി ഉപയോഗിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജികൾ നാളത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എങ്ങനെ? രോഹിണി, ക്ഷേത്ര മൈതാനങ്ങൾ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് വേദിയാക്കുന്നു ഇക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഭക്തർ ഹൈക്കോടതിയിൽ വിവിധ ഹർജികൾ നൽകിയിരിക്കുന്നത്. ശാർക്കര ദേവി ക്ഷേത്ര മൈതാനവും ഒപ്പം തന്നെ ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനവും ഇത്തരത്തിൽ നവകേരള സദസ്സിന് വേദിയാക്കുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ ഹൈക്കോടതി വീണ്ടും അല്പസമയത്തിനകം പരിഗണിക്കും. നേരത്തെ 11 പരിഗണിച്ച സമയത്ത് കോടതി പറഞ്ഞത് ശാർക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജി നാളത്തേക്കും ഒപ്പം തന്നെ ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി 12 പരിഗണിക്കാമെന്നാണ്. പക്ഷേ സമാനമായിട്ടുള്ള വിഷയമായതിനാൽ ഒരുമിച്ച് തന്നെ പരിഗണിക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഹൈക്കോടതി കടക്കുക. എന്നാലും ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ഹർജിക്കാർ കോടതി അറിയിച്ചത് പോരുവഴി ദേവസ്വം സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള ആൽത്തറയിലാണ് നവകേരള സദസ്സിന് വേണ്ടിയിട്ട് വേദി ഒരുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പണികളും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഹർജിക്കാരന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇരു ഹർജിക്കാരുടെ അഭിഭാഷകർ ഹൈക്കോടതി നൽകുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു എന്ന് സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് ഹൈക്കോടതി ചോദിച്ചു. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം AIGയുടെ അടക്കം മറുപടി ഹൈക്കോടതി കേൾക്കുകയും ചെയ്യും. എന്തായാലും 12:30 ഇരു ഹർജികളും വീണ്ടും പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ക്ഷേത്രം വക മൈതാനമാണെങ്കിലും ക്ഷേത്രം വക ഭക്ഷ്യ വസ്തുക്കളാണെങ്കിലും ക്ഷേത്രത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രമേ പാടുള്ളൂ. പക്ഷേ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ക്ഷേത്രവക മൈതാനം ഉപയോഗിക്കുന്നത് അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ 18-ാം തീയതിയിലും 21-ാം തീയതിയിലും നടക്കുന്ന നവകേരള സദസ്സിൽ ഈ ക്ഷേത്ര മൈതാനം ഉപയോഗിക്കുന്നത് തടയണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഹർജിക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ മൈതാനം അത് നവകേരള സദസ്സിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് അതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി തേടിയിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഇത് സംബന്ധിച്ചുള്ള മറുപടി ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കും. അല്പസമയത്തിനുള്ള അകം തന്നെ ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.